അതിരപ്പള്ളി രക്ഷാദൌത്യത്തിനായി 3 കുങ്കിയാനകളും അതിരപ്പള്ളിയിലെത്തി. കോന്നി സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നിവരാണ് എത്തിയത്. മസ്തകത്തിൽ പരിക്കേറ്റ ആന ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തുടരുകയാണ്. രേഷ്മ ബാബു ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. രേഷ്മ, അതിരപ്പള്ളി മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ രക്ഷാദൌത്യത്തിനായി 3 കുങ്കിയാനകളും എത്തിച്ചേർന്നിട്ടുണ്ട് സ്ഥലത്ത്. ഇനി തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്? 3 കുങ്കിയാനകളെയും സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കുങ്കിയാനയായിട്ടുള്ള കോന്നി സുരേന്ദ്രനും സമയം മുൻപാണ് ഈ അതിരപ്പള്ളിയിലെ എസ്റ്റേറ്റ് ഭാഗത്ത് എത്തിയത്. ഈ എസ്റ്റേറ്റിലെ അങ്കണവാടിയോട് ചേർന്നുള്ള ഇടത്തിലാണ്, ഫെൻസിങ്ങോട് ചുറ്റപ്പെട്ട ഇടത്തിലാണ് 3 കുങ്കിയാനകളെയും പാർപ്പിച്ചിട്ടുള്ളത്. ഇതിന് ശേഷം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വൈകുന്നേരത്തോടു കൂടി ഡോക്ടർ അരുൺ സെക്രിയ സ്ഥലത്തെത്തും. അതിനുശേഷം ആനയെ നിരീക്ഷിക്കും. അതിന് തുടർന്നായിരിക്കും പിന്നീട് രക്ഷാദൗത്യം നാളെ ആരംഭിക്കുക. നാളെ തുടരുമെന്നുള്ള കാര്യമാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ടും ഒരു ആശങ്കയുള്ളത് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ വെറ്റിലപ്പാറ എസ്റ്റേറ്റിലെ 17-ാം നമ്പർ ബ്ലോക്ക് ആ ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ആന സൃഷ്ടിച്ചിട്ടില്ല. ആനയുടെ മുറിവ് അത് ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. അണുബാധ ഉണ്ട്. അതോടൊപ്പം തന്നെ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിക്കുന്നുണ്ട്. ഈച്ച അടക്കം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ആനയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ആന ജനവാസ മേഖലയിൽ പ്രവേശിച്ചുകൊണ്ട് കൃഷിയിടം നശിപ്പിച്ചത്. കവുങ്ങും വാഴകളും ഒക്കെ തന്നെ നശിപ്പിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് ഭക്ഷിച്ചതുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കുന്നതിൽ ആനയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. എന്തായാലും ആന ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ആനയെ പിടികൂടാനായിട്ട് എത്തിച്ച 3 കുങ്കിയാനകളും അതിന് അപ്പുറത്ത് മറ്റൊരു പ്രദേശത്ത് അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഫെൻസിങ്ങോട് കൂടി ചുറ്റപ്പെട്ട പ്രദേശത്താണ് അതുള്ളത്. ഇനി രക്ഷാദൗത്യത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് കടക്കുവാനുള്ളത്. അരുൺ സെക്രിയ വന്നതിന് ശേഷം അതിന്റെ ആസൂത്രണത്തിലേക്കായിരിക്കും കടക്കുക. നാളെ തന്നെ ഇത് ആരംഭിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളത്. അതിന്റെ സമാന്തരമായിട്ട് തന്നെ കോടനാട്ടെ കൂടിന്റെ പണി, അതിന്റെ അറ്റകുറ്റപ്പണി അടക്കം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആനക്കൂട് ബലപ്പെടുത്താനായിട്ടുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 110 യൂക്കാലി മരങ്ങളുടെ തടികളാണ് ആവശ്യമുള്ളത്. ഇത് 1 ലോഡ് യൂക്കാലി മരങ്ങളുടെ തടി ഇന്നലെ തന്നെ കോടനാട് എത്തിച്ചിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് കൂട് ബലപ്പെടുത്തുന്ന നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. നാളെ വൈകിട്ടോട് കൂടി കൂട് ബലപ്പെടുത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉള്ളത്. അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നാളെ ഇവിടെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനായിട്ടുള്ള ദൗത്യം തുടരുകയും ചെയ്യും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റി നേരെ കോടനാട്ടേക്ക് എത്തിക്കണം. അതിനു മുന്നേ തന്നെ ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന 3 കുങ്കിയാനകളെയും നിലവിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിൽക്കുന്ന വെറ്റിലപ്പാറ എസ്റ്റേറ്റിലെ 17-ാം നമ്പർ ബ്ലോക്കിലേക്ക് എത്തിക്കും. എന്നിട്ട് നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഈ മയക്കുവെടി വെച്ച് അതിനെ തുടർന്ന് പിന്നീട് ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റുക. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അരുൺ സെക്രിയ അടങ്ങുന്ന സംഘം എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് പദ്ധതികളിലേക്ക് കടക്കുക. നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന സംഘമാണ് നിലവിൽ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുവാനായിട്ടുള്ള രക്ഷാദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുക. കഴിഞ്ഞ ജനുവരി 15-ാം തീയതിയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതും അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് 24-ാം തീയതി ഇതിനെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഫലം കണ്ടില്ല. വീണ്ടും ആനയുടെ മുറിവ് കൂടുതലായിട്ട് ഉണങ്ങാതെ പഴുപ്പ് വരികയും വലിയ രീതിയിൽ ഗുരുതരമാവുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഭീതി പടർത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രക്ഷാദൗത്യം തുടങ്ങി ചികിത്സ നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട നടപടി എന്നുള്ള രീതിയിലാണ് 3 കുങ്കിയാനകളെയും അതിരപ്പള്ളിയിൽ എത്തിച്ചിട്ടുള്ളത്. അങ്കണവാടി പ്രദേശത്ത് ഈ 3 ആനകളെയും തളച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്താണ് വെറ്റിലപ്പാറ എസ്റ്റേറ്റിലെ 17-ാം നമ്പർ ബ്ലോക്ക്. അവിടെയാണ്
സ്ഥലത്താണ് ഈ പറയുന്ന മസ്തകത്തിൽ പരിക്കേറ്റ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ജനവാസ മേഖലയുണ്ട്. അവിടേക്ക് ആന പോയി കഴിഞ്ഞാലുള്ള ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രക്ഷാദൗത്യം നാളെ തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. രോഹിണി. അതെ, രേഷ്മ സൂചിപ്പിച്ചതുപോലെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ ആദ്യ ചികിത്സ ഫലപ്രദമായില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ആ വ്രണം കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യം എത്തിച്ചേരുകയുണ്ടായി. ഇനി തുടർ ചികിത്സയിൽ അരുൺ സഖറിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ? കാരണം വ്രണം വലിയ രീതിയിൽ പഴുത്ത് മുറിവ് ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി തുടർ ചികിത്സയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ വനം വകുപ്പ്? രോഹിണി, ഇനി വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സയിലൂടെ മാത്രമേ ആ മുറിവ് ഉണക്കാൻ സാധിക്കൂ. കാരണം ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് വളരെ ശ്രദ്ധാപൂർവം പിടികൂടി ചികിത്സ നൽകിയെങ്കിലും അത് ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ദൗത്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചികിത്സ നൽകുവാനായിട്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദഗ്ധ ചികിത്സ നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നിലവിൽ അരുൺ സഖറിയയുടെ ടീം കൈക്കൊള്ളുക. മുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും വിദഗ്ധ ചികിത്സ തന്നെ നൽകണം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുക. പ്രത്യേകിച്ച് അണുബാധ ഏറ്റ ഒരു സാഹചര്യം, മുറിവ് കൂടുതൽ ഗുരുതരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ അരുൺ സഖറിയുടെ ടീം എത്തിയതിനു ശേഷമായിരിക്കും വ്യക്തമാക്കുക. എന്തായാലും മുറിവ് ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അസഹനീയമായിട്ടുള്ള വേദന ആനയ്ക്കുണ്ട്. അതുമാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന ഒരവസ്ഥയിലും കൂടെയാണ് ഈച്ചകളടക്കം പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഭക്ഷണം എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ട് മറ്റൊരു കാര്യം. എന്തായാലും നിലവിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആനയെ പിടികൂടി കൂട്ടിലെത്തിച്ച ശേഷമായിരിക്കും ചികിത്സ എപ്രകാരം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. രോഹിണി. ശരി രേഷ്മ. അതിരപ്പള്ളി രക്ഷാ ദൗത്യത്തിനായി 3 കുങ്കിയാനകളും അതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മസ്തകത്തിൽ പരിക്കേറ്റ ആന ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തുടരുകയാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.